ദിവസവും 10 രൂപ മാത്രം മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു എസ്-ഐ-പി തുടങ്ങാൻ സാധിക്കും. എത്ര പേർക്ക് ഈ കാര്യം അറിയാം? എസ്-ഐ-പി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൃത്യമായിട്ട് ഒരു എമൗണ്ട് നമ്മൾ അടക്കുന്നു. അങ്ങനെ മാത്രം കരുതിയാൽ മതി. അപ്പൊ 10 രൂപ വെച്ച് എങ്ങനെയാണ് നമ്മൾ എസ്-ഐ-പി തുടങ്ങാൻ പോകുന്നത്? ഇതിന് പ്രത്യേകിച്ച് ആപ്പിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇവിടെ എന്റെ സ്വന്തം എക്സാമ്പിൾ ആണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പ് മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ പേ എന്ന ആപ്പാണ്. അപ്പൊ ഫോൺ പേക്കകത്ത് വെൽത്ത് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എസ്-ഐ-പി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി എസ്-ഐ-പിസ് ഉണ്ട്. ഒരുപാട് പ്രോഫിറ്റുകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു എസ്-ഐ-പി സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതിന് ഒരുപാട് എമൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം നമ്മൾ 10 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു മാസം 300 രൂപ. ഇനി അത്ര പോലും മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിലും 100 രൂപ മുതൽ എസ്-ഐ-പി നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്-ഐ-പി നമ്മൾ സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മുടെ 100 രൂപയാണെങ്കിൽ 100 രൂപ മാസം നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 7 വർഷത്തേക്കോ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മിനിമം 100 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അതല്ലാതെ തന്നെ മിനിമം 500 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടും ഉണ്ട്. ഞാൻ ഇവിടെ വെറും 300 രൂപ ഒരു മാസം വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അത് നിപ്പോണിന്റെ ഒരു ഫണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഫണ്ടാണെന്നുള്ളത്. മാസം 300 രൂപ വെച്ച് 11 മാസമായപ്പോൾ 3300 രൂപയാണ് ഞാൻ ഡെപ്പോസിറ്റ് ഇട്ടുള്ളത്. എന്നാൽ ഇവിടെ കാണാൻ സാധിക്കും പ്രോഫിറ്റും കൂടെ ചേർത്ത് എനിക്ക് 3911 രൂപ ഉണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. 300 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യാനായിട്ട് ഒരു ഓട്ടോ പേ കൂടെ നമ്മൾ സെറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്യാനായിട്ട് പാൻ കാർഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നറിയാമെന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഫോൺ പേയിലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഫോൺ പേ ഇത് മാത്രമല്ലാതെ ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിലോട്ടൊന്നും ഞാനിപ്പോ പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് 10 രൂപ വെച്ച് ഒരു ദിവസം നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. ഒരു മാസം അപ്പൊ 300 രൂപ. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്. ഇതിന് നമുക്ക് ഇനിയും ഫണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ എമൗണ്ട് ഇട്ട് മന്ത്ലി എസ്-ഐ-പിയിലേക്ക് ഇടാൻ പറ്റും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഒരു മാസത്തിന് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ സെയിം മന്ത് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വിഡ്രോ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ആ ബെൽ ബട്ടൺ കൂടെ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.